Hi all, welcome to X and Y Olympiads. So, നമ്മൾ NSC JS പ്രിപ്പറേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഓൾറെഡി ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാം. നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്, ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിസിക്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ, ഫ്ലോട്ടേഷനെ, ഗ്രാവിറ്റേഷനെ, ഇങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യാം, എല്ലാവരും ഫിസിക്സ് മാത്രമല്ല, എല്ലാവരും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പ്ലേലിസ്റ്റ് പോവുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ കൂടെ നിൽക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്നിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഫിസിക്സിലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്കൂളിൽ പഠിച്ച ആ ക്വസ്റ്റ്യൻസ് അല്ല, നമുക്ക് വേറെ ചില കോൺസെപ്റ്റ്സ് അറിയേണ്ടി വരും, ചില ഇക്വേഷൻസ് അറിയേണ്ടി വരും. ഓക്കെ, ഒക്കെ നമ്മളിവിടെ പഠിപ്പിക്കും. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻസ് ഒക്കെ പഠിപ്പിക്കും. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യാം, നന്നായിട്ട് വാച്ച് ചെയ്യാം, നന്നായിട്ട് എല്ലാ വീഡിയോസും കാണാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇലക്ട്രിക് കറണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. Current passing through a wire increases by 20%. Due to Joule heating, the resistance increases by 20%. The percentage increase in the power is. അതായത് പവറിലുള്ള എത്ര ഇൻക്രീസ് എന്നാണ് ചോദിച്ചത് ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? കറണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, കൂടാതെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ പവറിൻ്റെ ഒരു കറണ്ടിൻ്റെയും റെസിസ്റ്റൻസും കറണ്ടും എന്താണ്, പവറും തമ്മിലുള്ളൊരു റിലേഷനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് വേണം. ഓക്കെ, ഏതൊക്കെയാണ് ഇക്വേഷൻ? പവർ എന്താണ്? എനർജി ബൈ ടൈം ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. റൈറ്റ്, എനർജിൻ്റെ ഇക്വേഷൻസ് എല്ലാവർക്കും അറിയുണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻസ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെയാടാ? I²R_T. I എന്താ കറണ്ട്, R റെസിസ്റ്റൻസ്, T ടൈം. പിന്നെ അതുപോലെ വേറെ ഇക്വേഷൻ ഏതാടാ? VIT. റൈറ്റ്, വോൾട്ടേജ്, കറണ്ട്, പിന്നെ ഏതാ നമ്മളെ ടൈം. ഓക്കെ, പിന്നെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. റൈറ്റ്, V²/R×T. ഓക്കെ, ഇക്വേഷൻസ് എല്ലാം അറിയാൻ നിർബന്ധമാണ് നമ്മൾ മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ 2 വീഡിയോസാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം യൂസ് ചെയ്യും. സോ നമുക്ക് വേണ്ട ആളായിട്ടില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാണ്? പവറാണ്. സോ ഇത് എനർജിയാണ്, നമുക്കറിയാം. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ബൈ ടൈം ആണ്. സോ ജസ്റ്റ് എനർജിൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ എന്തായി, ഫ്രീ ആയിട്ട് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ കിട്ടും. ജസ്റ്റ് ആ ടി എന്ന് കളഞ്ഞാൽ മതി. റൈറ്റ്, എനർജി ബൈ ടൈം ആകുമ്പോൾ ഡിവൈഡ് ബൈ ടൈം. പവർ ഇസ് ഈക്വൽ ടു I²R. അതല്ലാതെ വേറെ ഇക്വേഷൻ ഏതാ? പവർ ഇസ് ഈക്വൽ ടു VI. ടി അങ്ങ് കളഞ്ഞാൽ മതി. P ഇസ് ഈക്വൽ ടു V²/R. ഓക്കെ, സോ ഈ 3 ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. റൈറ്റ്, എനർജീൻ്റെ 3 ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുണ്ടാവും, അതിനാ ടി അങ്ങ് കളഞ്ഞാൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിനോട്ട് നോക്കാം. ഓക്കെ, കറണ്ട് ഇൻക്രീസസ് ബൈ 20%, റെസിസ്റ്റൻസ് ഇൻക്രീസസ് ബൈ 20%. അങ്ങനെയാണെങ്കിൽ പവർ എത്രയാണെന്ന് ചോദിച്ചത്. ഓക്കെ, നമുക്ക് പവർ, ആദ്യത്തെ പവർ എന്ത് എഴുതാം? I²R. ഞാൻ എന്തിനാ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്തേ? കാരണം ഐയും ആറാണ് കൂട്ടിയതേ. സോ ആ ഇക്വേഷൻ നമുക്ക് വേണ്ടതേ. ഓക്കെ, പുതിയ I' എത്രടാ? പുതിയ I', നമ്മൾ പുതിയ ഐനെ I' എന്ന് വിളിച്ച് 20% കൂട്ടി. റൈറ്റ്, സോ നമുക്ക് പുതിയ I' എത്ര എഴുതാം? 1.2I എഴുതാം. റൈറ്റ്, I ആയിരുന്നെങ്കിൽ, പണ്ടത്തെ I ആയിരുന്നെങ്കിൽ ഇപ്പോൾ 20% കൂട്ടി. 1/20% പറഞ്ഞാൽ 0.2. സോ 1.2I. ഓക്കെ, അതുപോലെ ആര് കൂട്ടി? റെസിസ്റ്റൻസും കൂട്ടി. R' എത്രടാ? 20% കൂട്ടിയത് 1.2R ആയി. ഓക്കെ, സോ നമുക്ക് P' എഴുതാം. പുതിയ പവർ ഇസ് ഈക്വൽ ടു I' സ്ക്വയർ ഇൻറ്റു R'. സോ I' എത്രയാ? 1.2I ഹോൾ സ്ക്വയർ ഇൻറ്റു 1.2R. റൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 1.44I² ഇൻറ്റു 1.2R, വിച്ച് ഈസ് ഈക്വൽ എത്രയാ? മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും 1.78I²R. സോ ഈ I² ആരാ? I² എന്ന് പറഞ്ഞാൽ നമ്മുടെ P ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 1.78P. അതായത് മുന്നേ ഉണ്ടായിരുന്നത് I² ആണ്, ഇപ്പോഴത് 1.78I² ആണ്. അതായത് ഇപ്പോൾ എത്ര കൂടിയിട്ടുണ്ട്? ഒരു 0.78 കൂടിയിട്ടുണ്ട്. അതായത് പെർസെൻറ്റേജിൽ ആക്കുമ്പോൾ 72.8%. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാം
ഓക്കെ മൾട്ടിപ്ലൈ ഓക്കെ 1.44 into 1.22 ചെയ്താൽ 72 പോയിന്റ് സംതിങ്, സോറി 78 അല്ല 72.8 ആണ്. ഓക്കെ 72.8 കിട്ടും. ഓക്കെ സോ ഓൾമോസ്റ്റ് 1.7 സംതിങ് കിട്ടും. ഓക്കെ സോ നമുക്ക് ഓപ്ഷനിലോട്ട് നമ്മൾ എന്താണ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ഓപ്ഷനിലോട്ട് മാച്ച് ചെയ്യണം. ഓക്കെ ഓക്കെ സോ നമുക്ക് ആൻസർ വരും 72.8% ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ ഇനി പെർസെൻറ്റേജ് ചേഞ്ച് അറിയാത്തവർക്ക് എന്താടാ പി ഡാഷ് മൈനസ് പി ബൈ പി ഇൻറ്റു 100. ഞാൻ മാത്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവും റൈറ്റ്. ഇനിയിപ്പോൾ ഏതാണെങ്കിലും മാത്സിലാണോ ഫിസിക്സ് ആണോ എന്തായാലും ഒരു സാധനം ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു എന്താണ് ക്വാണ്ടിറ്റിയിലോട്ട് മാറിയാലേ അതിന് പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ എന്ത് കാണല്ലേ, പുതിയത് മൈനസ് പഴയത് ഡിവൈഡഡ് ബൈ പഴയത് ഇൻറ്റു 100. ഓക്കെ സോ ആ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ 1.44 into 1.2 ചെയ്താൽ 1.728 ആണ് കിട്ടുക. ഓക്കെ സോ പെർസെൻറ്റേജ് ഇൻക്രീസ് പറഞ്ഞാൽ 72.8%. ഓക്കെ ഓക്കെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം. 3 ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പവറിൻ്റെ ഇക്വേഷൻസ്. ഓക്കെ 72.8. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. നമ്മൾ റെസിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ എന്നാ ഈ ക്വസ്റ്റ്യൻ നോക്കണം. 3 copper wires have their lengths in the ratio 5:3:1. ഓക്കെ ലെങ്ത്സിന്റെ റേഷ്യോ എന്നുണ്ട്. ഓക്കെ and their masses are in the ratio. ഓക്കെ മാസസിന്റെ റേഷ്യോ എന്നുണ്ട് 1:3:5. their electrical resistance will be in the ratio. ഓക്കെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാസിലുള്ള ഒരു ഇക്വേഷൻ അറിയില്ല. റെസിസ്റ്റൻസിന്റെ നമ്മൾ റെസിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. റെസിസ്റ്റൻസിന്റെ മാസിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയില്ല. എല്ലാവർക്കും ഈ ഒരു ഇക്വേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നത് R is equal to rho L by A. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ പക്ഷേ ഇവിടെ നമുക്ക് ലെങ്ത്തിന്റെ റേഷ്യോ എന്നുണ്ട്, കൂടാതെ മാസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് മാസ് ഇതിലില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, മാസ് ഇതിനെ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ അത് നമുക്ക് ഈ ഇക്വേഷൻ എന്തായാലും അറിയണം. ഓക്കെ സോ R is equal to rho L by A എന്ന് എല്ലാവരും പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ഇവിടുന്ന് എങ്ങനെ മാസ് ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഇവിടെ സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആര് സെയിം ആവുന്ന വേറെ ഒരാളും കൂടി ഉണ്ട്. ആര് ഡെൻസിറ്റി. നമ്മൾ ഡെൻസിറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ രണ്ട് ഭാഗത്തും ഡെൻസിറ്റി ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ കാരണം എന്താ ഡെൻസിറ്റി നമ്മൾ എന്തെടുക്കുന്നത്, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ നമുക്ക് അവിടുന്ന് ഡെൻസിറ്റിനെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ റോ എൽ ബൈ നമ്മൾ രണ്ട് ഭാഗത്തും എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇൻറ്റു എൽ. ഓക്കെ സോ റോ എൽ സ്ക്വയർ ബൈ വി എന്ന് വരും. എ ഇൻറ്റു എൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ വോളിയം. ഓക്കെ ഇപ്പോഴും മാസ് വന്നിട്ടില്ല. ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് ഭാഗത്തും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ റോ ഇൻറ്റു എം ഇൻറ്റു എൽ സ്ക്വയർ ബൈ രണ്ട് ഭാഗത്തും ഇല്ല താഴെയും മേലെയും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ എം ഇൻറ്റു വി. ഓക്കെ സോ നമുക്കറിയാം എന്താണ് ഇപ്പോൾ ഈ ഇക്വേഷൻ ചേഞ്ച് ഒന്നും വരുന്നില്ല. കാരണം എന്താ, ഞാൻ മുകളിൽ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് താഴെ മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഇക്വേഷൻ ഒന്നും ചേഞ്ച് വരുന്നില്ല. നമ്മളെ ഈ ഇക്വേഷൻ്റെ മാസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ ഞാൻ ആ തോട്ട് പ്രോസസ്സ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഓക്കെ എന്നിട്ട് ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ കാണാൻ പഠിക്കാം. ഓക്കെ സോ മാസ് ബൈ വോളിയം എന്താണ്, ഡെൻസിറ്റി ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ റോ ഇൻറ്റു ഡി ഇൻറ്റു ഈ എൽ സ്ക്വയർ ഇവിടെ ഉണ്ടാവും. റോ ഇൻറ്റു ഡി ഇൻറ്റു എൽ സ്ക്വയർ ബൈ എം എഴുതാം. ഓക്കെ ഇതാണ് എന്ത് നമ്മളെ R, അതായത് റെസിസ്റ്റൻസ്. ഓക്കെ സോ ഇതാണ് റെസിസ്റ്റൻസിന്റെ മാസും ലെങ്ത്തും ഡെൻസിറ്റിയും ഉള്ള ഇക്വേഷനെ. ഓക്കെ എന്താണ് ഇക്വേഷനെ, രണ്ട് ഇക്വേഷൻ നമ്മൾ ഇനി പഠിച്ചു വെക്കണം. ഇത് നമ്മൾ എന്തായാലും അറിയണം. നമുക്ക് ഇതിന് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ സോ നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് മാസും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യൂസ് ആണ്. സോ ഞാനത് എന്ത് ചെയ്ത് മാസ് ഈ ഒരു ഇക്വേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് ഞാൻ എന്തിനെ പിടിച്ചേ, ഞാൻ ഡെൻസിറ്റി പിടിച്ചു. കാരണം എന്താ രണ്ടും സെയിം മെറ്റീരിയൽ, സോ ഡെൻസിറ്റി മാറാൻ പോകുന്നില്ല. ഓക്കെ മാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് മാസ് ബൈ വോളിയം ഒരു ഡെൻസിറ്റി ഇവിടെ വന്നേ. സോ ഇനി നമുക്ക് എന്ത് എഴുതാം, ചോദ്യത്തിൽ എന്ത് പറഞ്ഞിട്ട് ലെങ്ത്തിന്റെ റേഷ്യോ പറഞ്ഞാൽ 5:3:1 ആണ്. മാസിന്റെ റേഷ്യോ പറഞ്ഞാൽ 1:3:5 ആണ്. ഓക്കെ സോ റോ കോൺസ്റ്റന്റ് ആണ്, ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്, അത് ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് ഇവിടെ. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, R1 to R2 to R3 എന്ത് എഴുതാം, ഇതുപോലെ നമുക്ക് ഇവിടെ എഴുതാം. റോയും ഡെൻസിറ്റിയും കോൺസ്റ്റന്റ് ആണ് ഞാൻ പറഞ്ഞേ. സോ നമുക്ക് എന്ത് എഴുതാം, L1 സ്ക്വയർ ഡിവൈഡഡ് ബൈ M റേസ് ടു L2 സ്ക്വയർ ഡിവൈഡ് ബൈ M റേസ് ടു
L3 square divided by M. Okay, മനസ്സിലായി വിചാരിക്കുന്നേ. കാരണം എന്താ, റോയും ഡിയും കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് L square by M ആർ പ്രൊപ്പോർഷണൽ ടു L square by M എന്ന് എഴുതാം. സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, ആ ഫ്രാക്ഷനിലോട്ട് ആക്കുന്നതാണ്. ഓക്കെ, ഇനി കാര്യങ്ങൾ എളുപ്പമായി. 5:3:1 നമുക്ക് അങ്ങനെ കൊടുത്താൽ മതി. 5 square 3 square 1 square ഡിവൈഡഡ് ബൈ 3 ഇടാം. 1:3:5. ഏത് ക്വസ്റ്റ്യനും ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം. 1:3:5 റൈറ്റ്. 1:3:5. ഓക്കെ, ഇനി ചെയ്താൽ മതി. 25/1 9/3 1/5 റൈറ്റ്. നമുക്ക് എല്ലായിടത്തും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം റൈറ്റ്. നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കിയാൽ യെസ് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും റൈറ്റ്. നമ്മൾ മാറ്റി വെക്കാം. 25 3 1/5. ഓക്കെ, സോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 125/15/1. ഓക്കെ, ആൻസർ വന്നേ 125/15/1. 125/15/1. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മൾ ആൻസർ. കറക്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്, നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് 3 കണ്ടക്ടറിന്റെ ലെങ്ത്തും മാസും. ഓക്കെ, ആ മാസ് മാത്രമേ തന്നിട്ടുള്ളൂ. അവർ തമ്മിലുള്ള റെസിസ്റ്റൻസിന്റെ റേഷ്യോ ചോദിച്ചത്. നമുക്ക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയുന്നത് റോ L by A ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും അറിയണം. ഓക്കെ, ഇവിടെ റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, സോ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ ഓക്കെ ഇക്വേഷന് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് മാസ് വേണം. ഇതിൽ മാസ് ഇല്ല, നമുക്ക് ഏരിയനെ മാറ്റിയിട്ട് മാസ് ആക്കണം. സോ നമ്മൾ എന്ത് ചെയ്ത് രണ്ടിടത്തും L കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. സോ റോ L square ബൈ അടിയിൽ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് വന്നപ്പോൾ വോളിയം വന്നേ. ഓക്കെ, വോളിയം വന്നേ. പിന്നെ നമുക്കറിയാം ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ ഡെൻസിറ്റിനെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി. അല്ലെങ്കിൽ മാസ് നമുക്ക് വേണം. സോ മാസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ടിടത്തും M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. സോ ഇക്വേഷൻ മാറ്റം വരാൻ പോകില്ല. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലും നമ്മൾ M കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. സോ റോ L square M ഡിവൈഡഡ് ബൈ M ഇൻറ്റു V. ഓക്കെ, സോ M/V ഇവിടെ ഡെൻസിറ്റി വന്നേ. ഈ M/V നമ്മൾ ഇവിടെ ഡെൻസിറ്റി വന്നേ. സോ റോ DL square ബൈ M എന്ന് വന്നേ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സെയിം മെറ്റീരിയൽ. സോ റെസിസ്റ്റിവിറ്റിയും ഡെൻസിറ്റിയും സെയിം ആണ്. നമ്മൾ L square ബൈ M എന്നുള്ള ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, അവിടുന്ന് നമ്മൾ എന്ത് ചെയ്ത് ആ പ്രൊപ്പോർഷണാലിറ്റി കണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ഈ ഇക്വേഷനെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു എബിലിറ്റി വേണം. ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും തന്നാലോ, ഇപ്പോൾ റേഡിയസ് തന്നാലോ, അപ്പോൾ നമ്മൾ ഇവിടെ A മാറ്റിയിട്ട് πr² ഒക്കെ ആക്കണം. ഓക്കെ, ആ ഒരു എന്താണ് ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യണം, മെല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് ഓക്കെ, നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. 2 wires made of same material have length L and 2L. If the masses of the wires are the same, the ratio of the resistance of the shorter wire that of longer wire. Easy, right? വീണ്ടും റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചത്. റെസിസ്റ്റൻസിന്റെ റേഷ്യോ മാസ് സെയിം ആണ് തന്നിട്ടുണ്ട്. മാസസ് ആർ ദ സെയിം തന്നിട്ടുണ്ട്. ലെങ്ത്തിന്റെ റേഷ്യോ രണ്ടിനും ലെങ്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ മാസ് സെയിമേ, ലെങ്ത് മാത്രം വ്യത്യാസമുള്ളത്. ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ലെങ്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ ഏരിയ വ്യത്യാസം ഉണ്ട്. സോ നമുക്ക് ഏരിയന്റെ റേഷ്യോ അറിയില്ല. സോ നമുക്ക് ഡയറക്ട്ലി ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. റോ DL square ബൈ M. ഓക്കെ, R is equal to rho DL square by M. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? മാസ് സെയിം ആണ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയും ഡെൻസിറ്റിയും സെയിം ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? R പ്രൊപ്പോർഷണൽ ടു L square എന്ന് എഴുതാം. ഓക്കെ, L-ഉം 2L-ഉം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ആണ് ചോദിച്ചത്. നമുക്കറിയാം L-ഉം 2L ആണെങ്കിൽ R1 by R2 എന്താ? L square by 2L whole square, അതായത് 4L square. റൈറ്റ്, അതായത് 1/4 ആണ് ആൻസർ. 1/4 ആണ് ആൻസർ. റൈറ്റ്, 1/4 ആണ് ആൻസർ. ആൻസർ 1/4. ഓക്കെ, ഒന്നുമില്ല. ഇവിടെ ചോദിച്ചത് ലെങ്ത്തിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലെങ്ത്തിന്റെ റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം റോ L by A ആണ്. ഇനി ആ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ഡിറൈവ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്തും മാസും ഡെൻസിറ്റി തമ്മിലുള്ള ഈ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. റോ DL square ബൈ M. ഓക്കെ, അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ കാണിച്ചെന്നേ. സോ ഇവിടെ നമുക്ക് റോ DM എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഇത് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഇവിടെ ലെങ്ത് മാറ്റുമ്പോൾ ഏരിയ എന്തോ മാറ്റം വരും. കാരണം എന്താ,
ഒരേ കണ്ടക്ടർ ഇതിനെ പിടിച്ച് നമ്മൾ വലിച്ചു നീട്ടി വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, തിക്നെസ് കുറയും അല്ലെങ്കിൽ ഏരിയ കുറയും, റൈറ്റ്? അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഇതിന് നമ്മൾ എന്ത് ചെയ്തു, പിടിച്ചിട്ട് ഇങ്ങനെ കംപ്രസ് ചെയ്ത്, അപ്പോൾ എന്ത് ചെയ്യും, സംഭവിക്കും, ലെങ്ത് കുറയും, കൂടെ ഏരിയ കൂടും ചെയ്യും. ഓക്കെ, സോ എല്ലും എയും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുക, ഏരിയൻ്റെ ഒരു റിലേഷൻ നമുക്ക് ഇവിടെ അറിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തേ, റോ ഡി എൽ സ്ക്വയർ ബൈ എം എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ ആൻസറിലെത്തി. ഓക്കെ 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 ഇനി വീണ്ടും ആ ക്വസ്റ്റൻ തന്നെ, അതുപോലത്തെ ഒരു ക്വസ്റ്റനെ. ഓക്കെ, ദ മാസ് ഓഫ് എ സ്ട്രൈറ്റ് കോപ്പർ വയർ ഈസ് 20.95 gram and its electrical resistance is 0.065 ohm. If the density and resistivity of copper wire are D is equal to 8,900 kilogram per meter cube and rho is equal to 1.7 into 10 raised to minus 8 ohm meter respectively. Okay, length of the copper wire ആണ് ചോദിച്ചത്. എന്തൊക്കെ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ആണോ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ, R is equal to rho dl square by m. എല്ലാം തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, റോ തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്. ചോദിച്ചത് എല്ലാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം, എൽ സ്ക്വയറിന് ഒരു ഭാഗത്തോട്ട് എഴുതാം, മാറ്റി എഴുതാം. സോ ആർ ഇൻറ്റു എം ഡിവൈഡഡ് ബൈ റോ ഡി എന്ന് എഴുതാം, റൈറ്റ്? ഇനി എല്ലാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി 0.065. നമുക്ക് എന്ത് ചെയ്താം, 6.5 ഇൻറ്റു 10 raised to minus 2 എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു മാസ് എത്രയാവും, മാസ് എത്രയാണെന്നുള്ളത് 20.95 gram. സോ അതിന് കിലോഗ്രാമിലോട്ട് മാറ്റണം, മറക്കരുത്, SI യൂണിറ്റിലോട്ട് മാറ്റണം. 20.95 ഗ്രാമിന് 10 raised to minus 3 കിലോഗ്രാമിലോട്ട് മാറ്റണം. ഓക്കെ, പിന്നെന്താ, റോ ഡി ഡെൻസിറ്റി എത്ര തന്നിട്ടുണ്ട്, 1.7 ഇൻറ്റു 10 raised to minus 8. 1.7 ഇൻറ്റു 10 raised to minus 8. ഓക്കെ, ഡെൻസിറ്റിയോ 8,900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മാറ്റേണ്ട ആവശ്യമില്ല, കാരണം അതാ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് നമ്മളെ SI യൂണിറ്റ് ആണ്, റൈറ്റ്? ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഇതിനെ പവറിലും എന്താണ് കാൽക്കുലേറ്റ് ചെയ്താലേ ആൻസർ ആയി. പവറൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. 10 raised to minus 2, 10 raised to minus 3 എന്ന് വരുമ്പോൾ 10 raised to minus 5 ആവും, റൈറ്റ്? 10 raised to minus 5 ആവും. ഈ 10 raised to minus 8 മുകളിലോട്ട് വരുമ്പോൾ എത്രയാവും, 10 raised to 3 ആവും. മുകളിൽ 10 raised to 3. ഓക്കെ, 10 raised to 3, 10 raised to 3 ഇവിടുത്തെ എന്ത് ചെയ്യും, 10 raised to 3 മുകളിലോട്ട് വരുമ്പോൾ ഇതെന്ത് ചെയ്യും, നമുക്ക് 8.9 ഇൻറ്റു 10 raised to 3 എന്ന് എഴുതാം. അത് മുകളിലോട്ട് വരുമ്പോൾ 10 raised to minus 3 ആവും. സോ അതെന്താവും, കട്ടായി പോവും. ഓക്കെ, സോ ബാക്കി വരുന്ന എന്താ, 6.5 ഇൻറ്റു 20. ഇവിടെ ഒരു 10 സ്ക്വയർ 10 ക്യൂബ് എന്ന് എഴുതാം, റൈറ്റ്? മനസ്സിലായി വിചാരിക്കുന്നത്. 20.95 ഡിവൈഡഡ് ബൈ 1.7 ഇൻറ്റു 8.9. ഓക്കെ, നമ്മൾ നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി പവേഴ്സ് ഒക്കെ ഒഴിവാക്കിയതാണ്. കാരണം എന്താ, 10 raised to minus 8 ഇൻറ്റു 10 raised to 3 10 raised to minus 5. ഓക്കെ, ആ 10 raised to minus 5 മുകളിലോട്ട് വന്നപ്പോൾ എന്തായി, 10 raised to 5 ആയി. സോ ഇവിടെ ഓൾറെഡി ഒരു 10 raised to minus 2 minus 3 ഉണ്ട്. സോ 10 raised to minus 5 വരും. 10 raised to minus 5 10 raised to 5 മൾട്ടിപ്ലൈ ചെയ്താലേ എന്താവും, 1 ആവും ആൻസർ. ഓക്കെ, 10 raised to 0, അതായത് 1. ഓക്കെ, സോ ആ പവർ എല്ലാം അങ്ങനെ അങ്ങ് കട്ടായി പോകും. ഓക്കെ, നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് എൽ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലോട്ട് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആൻസറിലോട്ട് നോക്കാം. ഓക്കെ, സോ ഡാറ്റ ഈസ് ഇൻസഫിഷ്യൻ്റ്, അതായത് അല്ല. ഓക്കെ, നമുക്ക് ഡാറ്റ എല്ലാം ഉണ്ട്. സോ 3 മീറ്റർ, 6 മീറ്റർ, 12 മീറ്റർ. സോ ഇതൊക്കെയാണ് ആൻസർ. സോ ഇതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ വരില്ലേ. അപ്പോൾ നിങ്ങളതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ആൻസറായി. ഒന്നെങ്കിൽ 9 വരും, അല്ലെങ്കിൽ 36 വരും, അല്ലെങ്കിൽ 144 വരും. ഓക്കെ, ഏതോടെ വരാൻ ചാൻസ് ഉള്ളത്, ഇവിടെ ഒരു 8.9 ഉണ്ട്, റൈറ്റ്? 1.7 ഉണ്ട്. സോ സ്ക്വയർ എത്ര ആൻസർ വരും? സോ ഇത് ഓൾമോസ്റ്റ് 9 ആൻസർ വരും. ഓക്കെ, വിച്ച് ഈസ് L is equal to 3 മീറ്റർ. ഓക്കെ, 9 മീറ്റർ സ്ക്വയർ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഞാനിത് ഇവിടെ കമ്പയർ ചെയ്താൽ ഒന്നെങ്കിൽ അത് 9 ആയിരിക്കും, അല്ലെങ്കിൽ 36 ആയിരിക്കും, അല്ലെങ്കിൽ 144 ആയിരിക്കും. സോ ദിസ് ഇസ് ഒബ്വിയസ്ലി 9 ആണ്. L is equal to 3 മീറ്റർ, കറക്റ്റ് ആണ്. ഓക്കെ, സോ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. കുറച്ച് ഹാർഡായ കാൽക്കുലേഷൻ വന്നാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സിലെ ഓപ്ഷൻസിനോട് മാച്ച് ചെയ്യുക, ആൻസർ വരും. ഓക്കെ, സോ മനസ്സിലായി വിചാരിക്കുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകണേ. വേറെ ക്വസ്റ്റ്യൻ നോക്കണം. എ ബാറ്ററി ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് 2 ohm is connected to a variable resistor whose value can vary from 4 ohm to 10 ohm.
The resistance is initially set at 4 ohm if the resistance now increased then. Okay, so നമ്മൾ എന്ത് ചെയ്യണം? ഇന്റേണൽ റെസിസ്റ്റൻസ് ചിലപ്പോൾ ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? നമ്മൾ സാധാരണ എന്ത് ചെയ്യണേ, ഒരു സർക്യൂട്ടിലെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുന്ന പഠിച്ചിട്ടുള്ളത്, റൈറ്റ്? ഒരു റെസിസ്റ്റൻസ് നമ്മളതിനെ ക്യാപിറ്റൽ ആർ എന്നെല്ലാം റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അത് കൂടാതെ സാധാരണ നമ്മളൊരു ബാറ്ററിയോ എന്തെങ്കിലും ഒരു ബാറ്ററി കൊടുത്താൽ ആ ബാറ്ററിന്റെ ഉള്ളിൽ ചില മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിന് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നാ പറയാ. അത് നമ്മൾ എന്താ റെപ്രസെന്റ് ചെയ്യുക? സ്മോൾ ആർ ആണ് സാധാരണ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അത് കൂടാതെ നിങ്ങളെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, എന്താണ് ഇ എം എഫ്. ഇ എം എഫ് പറഞ്ഞാൽ എന്താ? ബാറ്ററിന്റെ വോൾട്ടേജ് നമ്മൾ എന്ത് പറയാം? ഇ എം എഫ് എന്ന് പറയാം, റൈറ്റ്? സോ ഇ എം എഫ്, അതായത് ഇ എം എഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഇ എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതിനെന്ത് ചെയ്യും? സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേക്കണം. ഓക്കെ, സാധാരണ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ഇടാം? ടോട്ടൽ റെസിസ്റ്റൻസ് ഇതൊരു സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? ആർ പ്ലസ് ആർ ആണ്, റൈറ്റ്? ആർ പ്ലസ് ആർ ആണ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? ഇ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ പ്ലസ് ആർ. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ അതുപോലെ ഇവിടെ ബാറ്ററിന്റെ കേസ് വരുമ്പോൾ എഴുതുന്നതാണ്. ഓക്കെ, സോ ഇവിടെ ചോദിച്ചത് എന്താ? പവറിന് എന്ത് പറ്റുന്നതാണ്. ഓക്കെ, പവറിന് എന്ത് പറ്റുന്നതാണ് ചോദിച്ചത്? റെസിസ്റ്റൻസ് കൂട്ടിയാൽ പവറിന് എന്ത് പറ്റുന്നതാണ് ചോദിച്ചത്. എടാ, നമുക്ക് അവിടെ നിന്ന് എന്ത് എഴുതാം? ഐ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ എന്ന് എഴുതാം, റൈറ്റ്? ഓക്കെ, ഇനിയോ പവർ എന്താ? പവറിന്റെ ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ഐ സ്ക്വയർ ആർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തേ, റൈറ്റ്? പവറിന് ഏതൊക്കെയാണ് ഇക്വേഷൻ? വി ഐ സ്ക്വയർ ആർ, വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, നമുക്ക് ഇവിടെ ഐന്റെ ഇക്വേഷൻ ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ട്. സോ നമ്മൾ ഐ സ്ക്വയർ ആർ എന്നുള്ള ഇക്വേഷൻ എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് പവർ കണ്ടോക്കാം. പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണെന്നുണ്ടെങ്കിൽ ഐ എന്താ? ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഹോൾ സ്ക്വയർ, ഐ സ്ക്വയർ, ഓക്കെ, ഇൻറ്റു ആർ. ഓക്കെ, സോ ഈ പവറിന് എന്ത് സംഭവിക്കുന്ന ചോദിച്ചത്? എന്താ ചെയ്തത്? നമ്മളെ റെസിസ്റ്റൻസ് കൂട്ടി. അതായത് ഇയാളെ റെസിസ്റ്റൻസ് ഇയാൾക്ക് 4 ഓമിന്റെയും 10 ഓമിന്റെ ഇടയിലുള്ള ഏത് വാല്യൂ ആണെങ്കിലും എടുക്കാം. സോ ഇനീഷ്യലി 4 ഓമിലാണ് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ ആ റെസിസ്റ്റൻസ് മെല്ലെ കൂട്ടി. ആരതാ കൂട്ടിയത്? ക്യാപിറ്റൽ ആറിന്റെ. ഓക്കെ, സ്മോൾ ആർ അല്ല, സ്മോൾ ആർ ഇന്റേണൽ റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ബാറ്ററിക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഐ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇനി ക്വസ്റ്റിനോട്ട് വരാം. ക്വസ്റ്റിനോട്ട് വന്നാൽ പവറിന് എന്ത് സംഭവിക്കുന്ന ചോദിച്ചത്? നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടിയാലേ, ഇവിടെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ ആരൊക്കെ കൂടും? ഇയാളും കൂടും. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ കൂടുകയോ കുറയോ? ഡെഫിനറ്റ്ലി കുറയും. കാരണം എന്താ? ഇവിടെ താഴെ ഉള്ളത് ആറിന്റെ സ്ക്വയറാ. സോ ആസ് ആർ ഇൻക്രീസസ് പി കുറയും. കാരണം എന്താ? ഇവിടെ താഴെ റാപ്പിഡ്ലി കൂടും. ഡിനോമിനേറ്ററിൽ റാപ്പിഡ്ലി കൂടിയാൽ എന്ത് സംഭവിക്കും? പവർ കുറയും. ഓക്കെ, ആൻസർ മനസ്സിലായി വിചാരിക്കുന്നു. സോ നമുക്ക് ഓപ്ഷനോട് പവർ കൺസ്യൂംഡ് ഇറ്റ് വിൽ ഡിക്രീസ്. യെസ്, പവർ കുറയും. ഓക്കെ, പവർ കൺസ്യൂംഡ് ബൈ ഇറ്റ് വിൽ ഇൻക്രീസ്. തെറ്റാണ്. ഡിക്രീസ് ചെയ്യും നമ്മൾ കണ്ടേ. ഇൻക്രീസ് ഓർ ഡിക്രീസ് അല്ല, എന്തായാലും ഡിക്രീസ് ചെയ്യും. ഓക്കെ, പവർ കൺസ്യൂംഡ് മേ ബൈ ഇറ്റ് ഫസ്റ്റ് ഇൻക്രീസ് ദെൻ ഡിക്രീസ് അല്ല. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ആൻസർ ആയിട്ടുണ്ട്, ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? ഒറ്റ ഓപ്ഷനെ ആൻസർ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ഈ കാര്യം എല്ലാവരും ഓർത്ത് വെക്കാം. നമ്മളെ ബാറ്ററിന്റെ കാര്യത്തിൽ ഇ എം എഫ് എന്നൊരു സാധനമുണ്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസ് പ്ലസ് ബാറ്ററിന്റെ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് ആർ എന്ന് എഴുതാം. അവിടുന്ന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച്, റൈറ്റ്? അല്ലെങ്കിൽ എഴുതി നമുക്ക് വേണ്ട ഇക്വേഷൻ പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്. സോ നമ്മൾ അതിൻ്റെ ടേമിൽ എഴുതി. ഓക്കെ, ഇനി ചിലപ്പോൾ ഇതിന്റെ ഈ വോൾട്ടേജ് എത്ര എന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഈ റെസിസ്റ്റൻസിന്റെ അതിലൂടെ പോകുന്ന അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താം? അപ്പോൾ നമുക്ക് ഐ കണ്ടുപിടിച്ച് ഐ ഇൻറ്റു ഇതിന്റെ ആർ ചെയ്താൽ മതി. ഓക്കെ, ആ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. നമുക്കറിയാം NSCGS പോലുള്ള എക്സാമിന് നമ്മളെ ബോർഡ് എക്സാം പഠിച്ചാൽ മാത്രമല്ല കുറച്ച് ഹയർ ആയിട്ട് വരും, +1 +2 ലെവലിൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ +1 എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴേ പഠിച്ചാൽ നല്ലതാണ്. NSCGS പോകാനാണ്. പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? +1 ഒരു ഹെഡ് സ്റ്റാർട്ടും കിട്ടും. ഓക്കെ, ഇനി നോക്ക്. By increasing the temperature, the specific resistance of a conductor and semiconductor. Okay, temperature increase ചെയ്താൽ
റെസിസ്റ്റൻസിന് എന്താണ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കുക എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ സ്പെഷ്യൽ കേസസ് ആണ്. ഓക്കെ, മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്, പൊതുവെ മെറ്റൽസ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലേ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി എന്ത് ചെയ്യും, കുറയാണ് ചെയ്യുക. ഓക്കെ, അതായത് ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരാം. ഇവിടെ റെസിസ്റ്റിവിറ്റി ഗ്രാഫ്, ഇവിടെ ടെമ്പറേച്ചർ കൊടുത്താലേ റെസിസ്റ്റിവിറ്റി കൂടാണ് ചെയ്യാം. റിയലി സോറി. ടെമ്പറേച്ചർ കൂട്ടിയാലേ റെസിസ്റ്റിവിറ്റി മെറ്റൽസിന്റെ കുറയുന്ന ആളാരാ? സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ്? സിലിക്കൺ പോലുള്ള ചില മെറ്റൽസ് ആണ് നമുക്കറിയാം, റൈറ്റ്? അതിന്റെ ഗ്രാഫ് എങ്ങനെ വരാം? ഇത് റെസിസ്റ്റിവിറ്റി ആണ്, ഇത് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും അതിന്റെ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരും. ഓക്കെ, സോ ഇതൊന്ന് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. മെറ്റൽസ് അഥവാ നമ്മുടെ സാധാരണ കണ്ടക്ടേഴ്സ്, ഓക്കെ, കോപ്പർ പോലുള്ള കണ്ടക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാലേ അതിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ടെമ്പറേച്ചർ കൂട്ടിയത് കറണ്ട് പാസ് ചെയ്യാൻ ഫേവറബിൾ അല്ല. ടെമ്പറേച്ചർ കൂട്ടിയാൽ കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് കൂടും, സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ഇനി ക്വസ്റ്റിനോട് നോക്കുക. ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഒരു കാര്യം, ആ ഒരു വിവരം അറിഞ്ഞാൽ മതി. ബൈ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ആൻഡ് സെമി കണ്ടക്ടർ എന്ത് ചെയ്യും? കണ്ടക്ടറിന്റെ നമ്മൾ കുറയും എന്ന് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടക്ടറിന്റെ കുറയും എന്ന് പറഞ്ഞ് സെമി കണ്ടക്ടറിന്റെ കൂടും എന്ന് പറഞ്ഞ്, റൈറ്റ്? അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം ആലോചിച്ച് നോക്കാം. ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റിവിറ്റി കണ്ടക്ടറിന്റെ കൂടും, സെമി കണ്ടക്ടറിന്റെ കുറയും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എന്തോ തെറ്റിപ്പോയി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, റൈറ്റ്? മാറിപ്പോയതാണ്. ഓക്കെ, ഇതാണ് ഓപ്ഷൻ. യെസ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് ആണ്. സോറി. ഓക്കെ, കണ്ടക്ടറാണ് ആദ്യം പറഞ്ഞത്. കണ്ടക്ടറിന്റെ ഇൻക്രീസ് ചെയ്യും, സെമി കണ്ടക്ടറിന്റെ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ആൻസർ ഇതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. A small bar magnet is allowed to fall vertically through a metal ring lying in a horizontal plane. During its fall, the acceleration of the magnet in the region close to the ring must be. Okay. എന്താണ് നടക്കുന്നത്? ഒരു ടേബിളിൽ ഒരു റിംഗ് വെച്ചിട്ടുണ്ട്, നമ്മളൊരു ബാർ മാഗ്നറ്റ് താഴോട്ടിട്ടാണ്. ഓക്കെ, ബാർ മാഗ്നറ്റിന് ഒരു സൗത്ത് പോൾ ഉണ്ടാവും, ഒരു നോർത്ത് പോൾ ഉണ്ടാവും. ഓക്കെ, ഇത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അറിയണം. ഓക്കെ, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു റിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റുമുണ്ട്. സോ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു ചേഞ്ച് സംഭവിച്ചാൽ അതിലെന്തുണ്ടാവും? ഒരു EMF ജനറേറ്റ് ചെയ്യും. ഈ EMF ഉണ്ടായ ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യും. ഓക്കെ, സോ എന്താടാ പഠിച്ചത്? ഫ്ലക്സിലെ ചേഞ്ച് ഉണ്ടായാൽ ഒരു EMF ജനറേറ്റ് ചെയ്യും. ആ EMF എന്ത് ചെയ്യും? EMF ഈ ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യും, ഉണ്ടായ ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് അറിയണം. ഓക്കെ, സോ ഇവിടെ എന്തുണ്ടാവണേ? നോർത്ത് സൗത്ത് ഉണ്ടാവുന്നേ. ഓക്കെ, സോ ഈ ഇവിടെ നോർത്ത് സൗത്ത് ഒരു ബാർ മാഗ്നറ്റ് ഉള്ള ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ താഴോട്ടിട്ടാൽ ഇതിന് ചുറ്റും എന്തുണ്ട്? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നോർത്ത് നിന്ന് സൗത്തിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ട്, റൈറ്റ്? സോ ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ലൈൻസ് ഉണ്ട്. സോ ഇതിലൊരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ച് EMF ജനറേറ്റ് ചെയ്യും, റൈറ്റ്? ആ EMF ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ EMF ഉണ്ടായ ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യണം. ഇവിടെ വരുന്ന ആരാ? സൗത്ത്. സോ ഇയാൾ ഓപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സൗത്ത് ഉണ്ടാവണം. സോ സൗത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടാവും, എന്താണ്? ക്ലോക്ക് വൈസിൽ കറണ്ട് പോകണം. ഓക്കെ, സോ ഇത് ക്ലോക്ക് വൈസിൽ കറണ്ട് പോകും. ഓക്കെ, ഡയറക്ഷൻ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട, ഇത് ഓപ്പോസ് ചെയ്യുന്ന പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നോർത്ത് ആണെന്നുണ്ടെങ്കിലോ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും, റൈറ്റ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഈ ഒരു ഷേപ്പ് ആലോചിച്ച് വെച്ചാൽ മതി, റൈറ്റ്? ക്ലോക്ക് വൈസിലാണെങ്കിൽ സൗത്ത്. ഇനി അതും ഓർമ്മയില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ സയൻസ് എന്നാലോചിച്ചാൽ മതി. കമ്പ്യൂട്ടർ സയൻസ്, അതായത് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ സൗത്ത്. ഓക്കെ, എനിവേ ഈ ഒരു ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട്, അത് ഓർത്ത് വെക്കാം. സോ ഇങ്ങോട്ട് ഒരു എന്താണ്? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇയാൾക്ക് ഓൾറെഡി ഒരു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്?
എന്താണ് ഒരു സാധനം ഡ്രോപ്പ് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്, റൈറ്റ്? എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ ഗ്രാവിറ്റേഷനിലും പഠിച്ചാൽ. ഓക്കെ, സോ ആ ഒരു ജി എന്ത് ചെയ്യും? ആ ജി കുറയും. കാരണം എന്താ? അവിടുന്ന് ഓപ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വിൽ ബി ലെസ് ദാൻ ജി. ഓക്കെ, ഇനി എന്ത് ഓപ്ഷനോട് നോക്കാം? ലെസ് ദാൻ ജി ആൻഡ് നോൺ യൂണിഫോം. കാരണം എന്താ? അടുത്തോട്ട് വരുമ്പോഴും ആ ഒരു ഓപ്പോസിങ് കൂടി വരും. സോ ഇറ്റ് വോണ്ട് ബി യൂണിഫോം. ഓക്കെ, നോൺ യൂണിഫോം ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായാൽ EMF ജനറേറ്റ് ആവും. EMF എന്താവും? നമ്മളെ ഉണ്ടായ ഫ്ലക്സിനെ ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് ഇവിടെ ഈ ഡയറക്ഷൻ വഴി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അതായത് സൗത്ത് പോൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസിലായിരിക്കും EMF ഉണ്ടാവുക. നോർത്ത് പോൾ ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് ക്ലോക്ക് വൈസ്, സൗത്ത് പോൾ. ഓക്കെ, ഓർത്ത് വെക്കുന്നതായിരിക്കുന്നത് നമ്മളെ ആൻസറായി. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് നിങ്ങൾ ചെയ്യാൻ അറിയുന്നുണ്ടാവും, എന്നാലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസ്. ഓക്കെ, 6 equal resistance are connected between a point PQR as shown in the figure. Then the net resistance will be the maximum between P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. ഇതിൽ മാക്സിമം റെസിസ്റ്റൻസ് ആരുടെ ഇടയിലാണെന്ന് ചോദ്യം. ഓക്കെ, എന്താണ് അത്? എല്ലാതും ഈക്വൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, എല്ലാം നമുക്ക് R എടുക്കാം. ഇയാൾ ആറാണ്, ഇയാൾ ആറാണ്, ഇയാൾ ആറാണ്. ഓക്കെ, ബട്ട് പറയും ഇയാൾ ആറാണ്, ഇയാൾ ആറാണ്, ഇയാൾ ആറാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P-നും Q-ക്കും ഇടയിലാണോ, P-നും R-നും ഇടയിലാണോ, Q-നും R-നും ഇടയിലാണോ, എവിടെയാണ് മാക്സിമം റെസിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, നമുക്കറിയാം പാരലൽ റെസിസ്റ്റൻസ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. R പാരലൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 3 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് പാരലായിട്ട് റെസിസ്റ്റൻസ് കാണാനുള്ളത്? 1/R പാരലൽ ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/RP is equal to 1/R1 plus 1/R2 plus 1/R3 എന്ന് എഴുതും, 1/R3 എന്ന് എഴുതും, R3 എന്ന് എഴുതും, റൈറ്റ്? സോ സീരീസ് ആണെങ്കിലോ, R സീരീസ് ആണെന്നുണ്ടെങ്കിൽ R1 plus R2 plus R3 എന്ന് എഴുതും, റൈറ്റ്? 2 ആണ്, രണ്ടെണ്ണം ഉള്ളെങ്കിലോ, രണ്ടെണ്ണം പാരലൽ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രണ്ടാളാണെങ്കിലോ നമുക്ക് എഴുതാം. ഈക്വൽ ആണെന്നില്ല, നമ്മൾ എഴുതാം R1 R2 ആണെന്നുണ്ടെങ്കിലോ R1 R2/R1 plus R2 എന്ന് എഴുതും. ഓക്കെ, ഫോർമുലൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ എൻട്രൻസ് എക്സാമിനൊക്കെ പോകുമ്പോൾ യൂസ്ഫുൾ ആവും. എവിടെയാണെങ്കിലോ ഇവിടെ നമുക്ക് ഒന്നുമില്ല, റൈറ്റ്? R സീരീസ് രണ്ടെണ്ണം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 2R എന്ന് എഴുതാം, റൈറ്റ്? 3 ആണെങ്കിൽ 3R എന്ന് എഴുതാം, റൈറ്റ്? R1 is equal to R2 ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ എന്താണ് R പാരലൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ R1 plus R2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇനി ഈക്വൽ ആണെന്നുണ്ടെങ്കിലോ, ഇവിടെ രണ്ടെണ്ണം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ R പാരലല് രണ്ടാൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? R/2 എന്ന് എഴുതാം. ഓക്കെ, അതായത് 2 ഈക്വൽ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് വെച്ചാൽ, ആറുള്ള 2 ഈക്വൽ റെസിസ്റ്റൻസ് പാരലൽ വെച്ചാൽ നമുക്ക് എന്ത് എഴുതാം? R പാരലൽ R/3 എന്ന് എഴുതാം. 3 എണ്ണം വെച്ചാലോ R/3 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ പാരലൽ എത്ര എണ്ണം വെച്ചാലും നമുക്ക് എന്ത് എഴുതാം? R പാരലൽ R/n എന്ന് എഴുതാം. ഓക്കെ, ഈക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അതായത് R വാല്യൂ ഉള്ള, R റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള N റെസിസ്റ്റൻസ് നമ്മളിങ്ങനെ പാരലലായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചാലേ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R/n ആണ്. ഓക്കെ, അതുപോലെ സീരീസ് ആണെന്നുണ്ടെങ്കിൽ R സീരീസ് ആണെന്നുണ്ടെങ്കിൽ N ആണ് നമ്മളിങ്ങനെ N റെസിസ്റ്റൻസ് ഇങ്ങനെ നിരത്തി വെച്ചാൽ ഓക്കെ എന്തുണ്ടാവും? N സീരീസ് ആക്കി വെച്ചാൽ NR. ഓക്കെ, ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കാം. വേറെ ക്വസ്റ്റ്യൻസ് വന്നാലൊക്കെ ഉപകാരപ്പെടും, നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപകാരപ്പെടും. ഓക്കെ, ഇത് മാത്രമായിരിക്കും നമ്മൾ പഠിച്ചിട്ട് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, എനിവേ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കെ, ഇവിടെ ഏത് പോയിന്റ്സിന്റെ ഇടയിലാണ് മാക്സിമം റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇത് 3 ഈക്വൽ ആണ്, 3 പാരലൽ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ R/3, ഇവിടെ എത്ര R/3 ഉണ്ടാവുക. ഓക്കെ, ഇവിടെയോ, ഇവിടെ 2 എണ്ണം, സോ ഇവിടെ R/2 ഉണ്ടാവുക. ഇവിടെ 5 എണ്ണം 6 ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? R/5, R/6, R/7 എത്ര വെച്ചാൽ പാരലൽ ആണെങ്കിൽ അത്രേ. ഇത് സീരീസ് ആണെന്നുണ്ടെങ്കിലോ 3 എണ്ണമാണ് സീരീസ് ആയിരുന്നുണ്ടെങ്കിൽ 3R, 4 ആണെങ്കിൽ 4R, 2 എണ്ണാണെങ്കിൽ 2R. ഓക്കെ, അങ്ങനെ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അറിയാം R ആണ് എന്ത് ചെയ്യുക? ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി ഈസി ആയി, റൈറ്റ്? ഇവിടെ R/2 ആണ്, അവിടെ R/3 ആണ്. R മാക്സിമം എവിടെ ഉള്ളത്? P-നും Q-നും ഇടയിൽ, P and Q മാക്സിമം റെസിസ്റ്റൻസ് ആണ് ചോദിച്ചത്. നമുക്കറിയാം P-നും R-നും ഇടയിൽ R/3 ഉള്ളൂ, Q-നും R-നും ഇടയിൽ R/2 ആണ്, റൈറ്റ്? പാരലലായിട്ട് നമ്മളിങ്ങനെ റെസിസ്റ്റൻസ് ഇങ്ങനെ കൂട്ടി എണ്ണം കൂട്ടി വരുന്നതോറും ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞു വരും. ഓക്കെ, അതുപോലെ സീരീസ് ആണെങ്കിൽ നേരെ മറിച്ച്, സീരീസ് ആണ് നമ്മളിങ്ങനെ വാല്യൂസ് എണ്ണം കൂട്ടി വരുന്നതോറും
സീരീസ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ കൂടി വരും. ഓക്കെ, കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പി ആൻഡ് ക്യൂവിൻ്റെ ഇടയിലാണ് മാക്സിമം ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്ക്. The current in the circuit is current എങ്ങനെ കാണാം? V equal to IR നമുക്കറിയാം. So I is equal to V by R. ഓക്കെ, V തന്നിട്ടുണ്ട്, 2 വോൾട്ട് തന്നിട്ടുണ്ട്. So V is equal to 2 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് R അറിയണം. R പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ കുറച്ച് പാരലൽ സീരീസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ മാറ്റണം. റൈറ്റ്, ഈ 13 എന്താണ്, 13 എന്താണ്, സീരീസാ. സോ നമുക്ക് അയാളെ മാറ്റി വരക്കാം. റൈറ്റ്, മാറ്റി വരക്കാം. ഒരു 30 ഓം ആണ്, പിന്നെ 30 ഓം സീരീസ്. റൈറ്റ്, ഇവിടെ 30 ഓം, ഇത് 30 ഓം, ഇത് 30 ഓം. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ മാറ്റി വരച്ചതേ ഉള്ളൂ. ഓക്കെ, ഇത് സീരീസ് ആണ്. ഇനി ഇതെന്ത് ചെയ്യാം, ഇവിടെ 60 ആക്കുക രണ്ടും. റൈറ്റ്, നമ്മൾ മാറ്റി വരക്കാം. ഇത് രണ്ടും 60 ആക്കിയാൽ എന്തുണ്ടാവും, R1 + R2. ഞാൻ നേരത്തെ പറഞ്ഞേ. റൈറ്റ്, സീരീസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, ഇത് 30 ഓം ആണ്, ഇതിപ്പോൾ എത്രയായി, 60 ഓം ആയില്ലടാ. റൈറ്റ്, ഇനി ഇത് രണ്ടും പാരലൽ ആണ്. സോ ആ ടോട്ടൽ നമുക്ക് എങ്ങനെ കാണാം, ഞാൻ നേരത്തെ പറഞ്ഞേ, R1 R2 പാരലൽ ആണെങ്കിൽ R1 R2 ഡിവൈഡ് ബൈ R1 + R2. റൈറ്റ്, 30 × 60 ഡിവൈഡ് ബൈ 30 + 60. അത് ഈ ഫോർമുല എവിടുന്ന് വന്നേ, ഇവിടുന്ന്. റൈറ്റ്, ഇവിടെ ഈ R3 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഉത്തരം കിട്ടുക. ഓക്കെ, R1 R2 ഡിവൈഡ് ബൈ R1 + R2. ഓക്കെ, ഇനി ഇതങ്ങ് ചെയ്താൽ മതി. റൈറ്റ്, ആൻസർ വരുമോ, 20 ഓം ആൻസർ. ടോട്ടൽ റെസിസ്റ്റൻസ് ഞാൻ ചോദിച്ചത് എന്താ, നമ്മൾ ചോദിച്ചത് കറണ്ട് ആണ്. ഓക്കെ, കറണ്ട് ഇസ് ഈക്വൽ ടു V by R. V എത്ര, 2 വോൾട്ട് തന്നിട്ടുണ്ട്. R എത്ര, R ടോട്ടൽ നമ്മൾ കണ്ട് 20 ഓം. ഓക്കെ, 20 ഓം. സോ 1/10 ആംപിയർ. റൈറ്റ്, 1/10 ആംപിയർ, അതായത് 0.1 ആംപിയർ. യെസ്, 1/10 ആംപിയർ എന്ന ആൻസർ ഉണ്ട്. ഓക്കെ, ആൻസർ ആയി 1/10 ആംപിയർ. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്. ഒന്നുമില്ല, നമ്മളോട് ചോദിച്ചത് കറണ്ട് ആണ്. നമുക്ക് V = IR അല്ലെങ്കിൽ I = V by R എന്നുള്ള ഇക്വേഷൻ അറിയാം, നമുക്ക് അറിയുന്നതാണ്. സോ ഇവിടെ വോൾട്ടേജ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, സാധനം ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണുന്നത് നമ്മുടെ ഈക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസാ. നമ്മൾ എന്ത് ചെയ്തേ, ഈ 30 സീരീസ് ആണ്, ഈ 30 സീരീസ് ആണ്, 30 സീരീസ് ആണ്. ഞാൻ ജസ്റ്റ് മാറ്റി വരച്ചതേ ഉള്ളൂ, കാരണം അവിടെ വേറെ കണക്ഷൻ ഒന്നുമില്ല. റൈറ്റ്, ഇവിടെ കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഇവിടെ കണക്ഷൻ ഇല്ല. സോ 13 സീരീസ് ആണ്, നമ്മൾ 60 ആക്കി. റൈറ്റ്, 60 ആക്കി ഞാൻ വേറെ വരച്ച്. റൈറ്റ്, ഈ 30 ഇതിന് പാരലൽ ആണ്. റൈറ്റ്, സോ 13 16 പാരലൽ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്ത് വേറെ ഇക്വേഷൻ എഴുതി കണ്ട്. ഓക്കെ, R1 R2 ഡിവൈഡ് ബൈ R1 + R2. അല്ലെങ്കിൽ എന്ത് ചെയ്ത് R total is equal to 1/R total is equal to 1/30 + 1/60 എന്നൊക്കെ എഴുതിയാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും ഇതേ ആൻസർ വരും. ശേഷം നമ്മൾ എന്ത് ചെയ്തേ, ഈ 20 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ വന്നേ. ഓക്കെ, ആൻസർ ആയി എന്ന് വിചാരിക്കുന്നത്, മനസ്സിലായി വിചാരിക്കുന്നത്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള വേറൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി സർക്യൂട്ടും തരാതെ വേറെ ക്വസ്റ്റൻ, ടൈപ്പ് ക്വസ്റ്റൻ. ഓക്കെ, നോക്കടാ. You are given 3 resistance of values 2 ohm, 4 ohm and 6 ohm. Which of the following values are equivalent resistance is not possible to get by using or arranging these 3 resistors in any circuit? അതായത് മൂന്ന് സാധനം തന്നെ, 2 ohm, 3 4 ohm, 6 ohm. ഏതൊക്കെയാടാ? 2 ohm, 4 ohm, right? Yes, 4 ohm and 6 ohm. Okay. ഇനി ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തോ, 2 പാരലും 1 സീരീസും, അല്ലെങ്കിൽ 3 സീരീസ് 3 പാരലൽ, അല്ലെങ്കിൽ എന്താണ്, എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഓക്കെ, എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടും ഇതിൽ നോട്ട് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണ്? ഓക്കെ, നമുക്ക് നോക്കാം. 3 <2 ohm. സോ ഒരു റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എപ്പോഴും വരാം, 3 പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. സോ നമുക്ക് നോക്കാം, അത് കാൽക്കുലേറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ <2 വരുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ മാർക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാടാ, 1/R പാരലൽ. ഓക്കെ, നമ്മൾ R/3 ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, ഇവിടെ 3 റെസിസ്റ്റൻസും വ്യത്യാസമാണ്. ഇത് 3 എത്രയാണ്, 6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6/3 ഇത് ആൻസർ ചെയ്യുന്നത്, 6/3 2 ohm ആൻസർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, 2 4 6 ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ കൺഷൻ യൂസ് ചെയ്യാതെ വേറെ വഴിയില്ല. 1/2 + 1/4 + 1/6.
ഓക്കെ, ആൻസർ വരല് ഹാഫ് പ്ലസ് 3/4 പ്ലസ് സംതിങ് 3/4 പ്ലസ് 1/6 വരാം. എനിവേ ഇതെന്താ ലെസ് ദാൻ 1 ആൻസർ വരാം, റൈറ്റ്? ലെസ് ദാൻ 1 ആൻസർ വരാം. എനിവേ ലെസ് ദാൻ 2 ഓം എന്നുള്ള ആൻസർ ശരിയാണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, പോസിബിൾ അല്ലാത്ത ആണ് ചോദിച്ചത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇനിയും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, R1 R2 പാരലൽ എടുത്തിട്ട് R3 അതിന് സീരീസ് വെച്ച് നോക്കാം. ഓക്കെ, 2ഉം 4ഉം പാരലൽ എടുത്ത് നോക്കാം. 2,4 പാരലൽ വെച്ച് നോക്കാം. എന്നിട്ട് 6 അതിന് സീരീസ് വെച്ച് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം ആദ്യത്തെ പാരലൽ എത്രയാ, 2 × 4 ഡിവൈഡ് ബൈ 2 + 4, റൈറ്റ്? അതായത് 8/6, അതായത് 4/3. ഓക്കെ, ഇനി അതിന് സീരീസ് 6 വെച്ച്, അപ്പോൾ ടോട്ടൽ എത്രയാ, ടോട്ടൽ എത്ര വരാം, 4/3 + 6, 18 + 22/3, 22/3 which is equal to 7 point something, right? 7.333. ഓക്കെ, 7.33 ആൻസർ ഇല്ല. ഓക്കെ, സോ ഇത് ചെയ്തത് കാര്യമില്ല, നമ്മൾ അടുത്ത കോമ്പിനേഷൻ എടുക്കണം. ഓക്കെ, അടുത്ത കോമ്പിനേഷൻ എത്ര, നമുക്കിനി 2ഉം 6ഉം പാരലൽ വെച്ച് നോക്കാം. 2,6 പാരലൽ വെച്ച് നോക്കാം. 2,6 പാരലൽ വെച്ചിട്ട് 4 അതിന് സീരീസ് വെച്ച് നോക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് എന്താ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വേണ്ട കോമ്പിനേഷൻ, ഓക്കെ, ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യണേ. ഓക്കെ, സോ വേണ്ട കോമ്പിനേഷൻ നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻസ് എല്ലാം നോക്കിയിട്ട് ആൻസർ ഉണ്ട് നോക്കണം. ഇപ്പോൾ 2ഉം 6ഉം പാരലൽ വെച്ച് നോക്കാം. സോ എന്താവും, പാരലൽ 2 × 6 ഡിവൈഡഡ് ബൈ 2 + 6, അതായത് 8, 2 + 6. ഓക്കെ, സോ 12/8 വരും, 6/4 വരും, 3/2 വരും, 3/2, 1.5, റൈറ്റ്? സോ ഇനി എന്ത് ചെയ്യും, 4 സീരീസ് അതിന് വെച്ചിട്ടുണ്ടേ. സോ ആൻസർ ആ ടോട്ടൽ എത്രയാ, 3/2 + 4, സോ 1.5 + 4, റൈറ്റ്? 5.5 ആവും. ഓക്കെ, യെസ്, 5.5 ആൻസർ ഉണ്ട്. ഓക്കെ, പക്ഷേ അതെന്താണ്, പോസിബിൾ ആയ ഒരു കോമ്പിനേഷൻ ആണ്. സോ എനിവേ ഒന്നെങ്കിൽ ഈക്വൽ ടു 4.4 ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ 7.6 വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോമ്പിനേഷൻ എടുത്ത് നോക്കാം. അടുത്തൊരു കോമ്പിനേഷൻ നോക്കണം. ഇനി നമുക്ക് R1ഉം ഏതൊക്കെ എടുത്ത്, R1 R2 എടുത്ത്, 2ഉം 4ഉം എടുത്ത്, 2ഉം 6ഉം എടുത്ത്, ഇനി നമുക്ക് 4ഉം 6ഉം എടുത്ത് നോക്കാം. ഓക്കെ, 4ഉം 6ഉം പാരലൽ എടുത്ത് നോക്കാം. 4 and 6 പാരലൽ, 4 and 6 പാരലൽ എടുത്തിട്ട് അതിന് 2 സീരീസ് വെച്ച് നോക്കാം. ഓക്കെ, 2 സീരീസ് വെച്ച് നോക്കാം. സോ R പാരലൽ എത്രയാടാ, 4 × 6 24 ഡിവൈഡഡ് ബൈ 10, റൈറ്റ്? സോ 2.4 ആൻസർ വരും. ഇനി ടോട്ടൽ വരുമ്പോൾ 2.4 + 2, 4.4 ആൻസറിലുണ്ട്. യെസ്, 4.4 ഇതും പോസിബിൾ ആണ്. സോ നമുക്ക് ആകെ എന്താണ് ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 7.6 ആണ്. ഓക്കെ, ഇത് മാത്രമേ, ബാക്കിയെല്ലാം നമ്മൾ സോൾവ് ചെയ്ത് നോക്കി. നമ്മളെ ഒരു ആദ്യം ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണോ, ലെസ് ദാൻ 2 ഓം, അതായത് ലെസ് ദാൻ 2 ഓം പറഞ്ഞാൽ നമുക്കറിയാം 3 പാരലൽ വെച്ചാണ് ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടുക. സോ നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ 3 പാരലൽ വെച്ചിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടി ലെസ് ദാൻ 2 ഓം പോസിബിളാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്ത് 2 എണ്ണം പാരലൽ വെച്ച് ഒന്ന് സീരീസ് വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് നോക്കി. സോ 2ഉം 4ഉം പാരലൽ വെച്ചിട്ട് നോക്കി. സോ നമുക്ക് ആൻസർ വന്നില്ല. പിന്നെ 2ഉം 6ഉം പാരലൽ വെച്ചിട്ട് 4 സീരീസ് വെച്ചിട്ട് ഒരു ഓപ്ഷൻ നോക്കി, അത് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറൊരു അടുത്തത് 4ഉം 6ഉം പാരലൽ വെച്ചിട്ട് 2 സീരീസ് വെച്ചിട്ട് നമ്മളൊരു ഓപ്ഷൻ നോക്കി. സോ അതും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ചിലപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും, റൈറ്റ്? പാരലൽ ആണെന്നുണ്ടെങ്കിൽ R/N ചെയ്യാം, സീരീസ് ആണെങ്കിൽ NR ചെയ്യാം, അങ്ങനെയൊക്കെ. എന്നിട്ട് അത് രണ്ടും ഒന്നെങ്കിൽ കപ്പിൾ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇത് കുറച്ച് എന്താണ് ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പറ്റേറ്റീവ് എക്സാമിനാകുമ്പോൾ നിങ്ങൾ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാൻ പാറ്റേൺ എങ്ങനെയാ, ആദ്യം നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതാം, റൈറ്റ്? പിന്നെ നമുക്ക് നമുക്ക് ചിലപ്പോൾ ഒന്ന് എഫോർട്ട് ഇട്ടാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എഴുതാം, നമ്മൾ എടുക്കുക, എഴുതാം. പിന്നെ നമുക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ്, നമുക്ക് കോൺസെപ്റ്റേ അറിയില്ലാത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കാം. ഓക്കെ, സോ ആ കാര്യം ഓർത്ത് വെക്കാം. ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ, കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ ആദ്യം ഈസിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാം. പിന്നെ നമുക്ക് ചിലപ്പോൾ അറിഞ്ഞേക്കാം, നമ്മളൊന്ന് എഫോർട്ട് ഇട്ടാൽ അറിഞ്ഞേക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യനെ ചെയ്ത് നോക്കുക. ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കുക, സമയം കളയരുത്. ഓക്കെ, സോ കറണ്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് നമ്മളെ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട് ഒക്കെ പഠിക്കുന്ന ഈ ഒരു ടോപ്പിക് നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ നിർത്താണേ. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യും, വേറൊരു വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് കൊണ്ട് കവർ ചെയ്യും. ഓക്കെ,
സോ ഇത് കുറച്ച് അധികം കൺസെപ്റ്റ്സ് വരുന്നതാണ്. ഓക്കെ, ഇൻഡക്ഷൻ വരുന്നുണ്ട്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്, പിന്നെ പവർ, എനർജി, നമ്മളെ ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കണം. ഓക്കെ, I²R ഏതൊക്കെയാണ് ഇക്വേഷൻ? എനർജിൻ്റെ ഇക്വേഷൻ I²RT V²/R × T VIT. ഓക്കെ, ഇതിനെല്ലാം T കളഞ്ഞാൽ പവറിൻ്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, സോ നമ്മൾ ആ ഒരു കാര്യം പിന്നെ കോമ്പിനേഷൻ റെസിസ്റ്റൻസ് ഒക്കെ ഓൾറെഡി ചെയ്തു. ഓക്കെ, പിന്നെന്താ പവറിൻ്റെ ഇക്വേഷനൊക്കെ ഒന്നും കൂടി ഓർത്ത് വെക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് വെച്ചിട്ടുള്ള വേറെ കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യും. അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.